ഹായ് നമസ്കാരം. ഇന്ന് ഞാനൊരു ബെൽ പേപ്പർ കട്ട് ചെയ്തപ്പോഴേ അതിനകത്തൊരു ചെറിയ ബേബി ബെൽ പേപ്പർ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ടാണ് എടുത്തത്. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ, ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം, ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തതാണ്. ഓക്കേ, ഞാൻ ബെൽ പേപ്പർ കട്ട് ചെയ്താണ് ഇന്നലെ കട്ട് ചെയ്തത്. ഈ ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ, എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എടുത്ത് ഇന്ന് ഞാനിത് എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഒരു എംബ്രിയോ പോലത്തെ ഒരു സ്ട്രക്ചർ കണ്ടായിരുന്നേ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബയോളജി ആണല്ലോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണമല്ലോ എന്താണെന്ന്. ഇതൊരു ഫ്രൂട്ടല്ലേ, അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു സീഡ് ഉണ്ടാകണമെങ്കിൽ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കണം അല്ലേ. അപ്പോൾ ഈ കാണുന്ന ബെൽ പേപ്പറിനുള്ളിലെ സ്മോൾ ബെൽ പേപ്പർ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്സിക്കോ എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് നോക്കിയാൽ സീഡ്സ് ഇല്ല. ഒരു ക്യാപ്സിക്കത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിനുള്ളിൽ മറ്റൊരു ഫ്രൂട്ട് ഗ്രോ ചെയ്യുന്നത്, ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഉണ്ടാകുന്ന ഫ്രൂട്ടിനകത്ത് സീഡ്സ് ഉണ്ടാകത്തില്ല, ബിക്കോസ് അതൊരു ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളല്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, ഇതാണ് പാർത്തനോ കാർപ്പി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന ഡെയിലി ലൈഫിൽ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ഹാവ് എ നൈസ് ഡേ.